നമസ്കാരം. ധനുഷ് പീസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 57/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ളതാണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിന്റെ ആൻസർ കീയാണ്. മെയ് മാസം നടന്ന എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തേത്, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻസിൽ വരുന്നതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നില്ല. നമുക്ക് ഓപ്ഷനിൽ ശരിയായ ഏതൊക്കെ നോക്കാം. ഒന്ന് ശരിയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പിന്നുള്ളത്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ വർഷം 1915 മൂന്നെണ്ണം, രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് 1915 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയായത്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവയാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ പൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവർ ആരൊക്കെയാണ്? പൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. അടുത്തത്, 1945 ഒക്ടോബർ 2 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായത് 1, ഭാവി തലമുറയെ ഇതിൽ രക്ഷിക്കുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. പിന്നെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ആൻസർ ഓപ്ഷൻ ബി. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഏതൊക്കെ ആൻസർ? ഭാവി തലമുറയെ യുദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുക. പിന്നുള്ളത്, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തത്, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 പാമ്പൻ പാലം. ഒന്നാമത്തത്, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. 2.5 മീറ്റർ ഉയരം, 2.08 മീറ്റർ നീളവുമുണ്ട്. പാമ്പൻ പാലം രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അടുത്തത്,
ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ. ബിക്ക് അതൊന്നും 2, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. 2, 3, 4 ശരിയായ പ്രസ്താവനകളാണ്. 2, 3, 4 2, 3, 4 എന്നിവ. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം. കോസിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ത്രിവേണി സംഗമത്തിന്റെ ഒക്കെ അക്കാര്യം ഓർത്തു വെച്ചാൽ മതി. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ ഉത്ഭവിക്കുന്നു. ഈ പോയിന്റ്സുകൾ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടങ്ങ് വരും. ഈ 4th ക്വസ്റ്റ്യൻ ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ ഉത്ഭവിക്കുന്നു. അത് വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത എക്സാമിൽ ചോദിക്കാം. അടുത്തത് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ആൻസർ അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയായ ഓപ്ഷൻസ്. 1, 2, 3. ഓക്കെ. 1 ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ എന്ന പേര് അറിയപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ ആണ്. 2 അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. 3 ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ എന്നറിയപ്പെടുന്നു. സൈക്ലോൺ, ഹരിക്കെയിൻ, ടൈഫൂൺ ഇത് 3 നോക്കി വെച്ചിട്ടൊന്ന് പ്രത്യേകിച്ച് നോക്കിയിട്ട് പോകണം. നെക്സ്റ്റ് വൺ, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാടുംചോല നാഷണൽ പാർക്ക്. പാമ്പാടുംചോല നാഷണൽ പാർക്ക്. താരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി കുത്തിനെയുള്ള ചരിവ്. കോണ്ടൂർ രേഖ കുത്തിനെയുള്ള ചരിവിനെ പ്രതിദാനം ചെയ്യുന്നു. നികുതി, പൊതുച്ചിലവ് എന്നിവ ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്? നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൻസർ ധനനയം. ധനനയം. നെക്സ്റ്റ് വൺ, ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾ. വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾ. ഇത് 2 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റിനകത്ത് 5th ചാപ്റ്റർ ഒരു ചിലവെന്നൊരു ചാപ്റ്ററിനകത്ത് 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അവിടെ ഉണ്ടത്. അത് ഇന്നലെ ഒന്നും എഴുതിയാൽ നോക്കിയിട്ടില്ല. നെക്സ്റ്റ് വൺ, ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ ബാങ്കുകളെയും എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നെക്സ്റ്റ് വൺ, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയായ ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത്, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണ്. ഹരിത വിപ്ലവ തുടക്കം കുറിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇത് ശരിയാണ്. ഇത് ശരിയാണ്. അടുത്ത ഡി ശരിയാണ്.
11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 11ാം പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും ചോദിക്കുന്നതാണ്. 51-56 ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ 100. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ഇവിടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനാണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. അർദ്ധ ഫെഡറൽ ക്വാസി ഫെഡറൽ സമ്പ്രദായം കാനഡ. ഫെഡറലും കാനഡയും രണ്ടിനും ഡി ഉള്ളത് നോക്കാം. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ്. നെക്സ്റ്റ് വൺ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി രണ്ടാമത്തതാണ്. 1900 രണ്ടാമത്തെ പ്രസ്താവനയാണ്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതി എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 42ാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാം ഭേദഗതി നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം. 73ാമത്തെ ഭേദഗതി പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. 73. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. 52 കൂറുമാറ്റ നിരോധന നിയമം. ഒന്നുകൂടി 42 ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86 നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം. 73 പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. 52 കൂറുമാറ്റ നിരോധന നിയമം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അയിത്താചാര നിർമാർജനം. അടുത്തത് താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതി തലവൻ പ്രസിഡന്റും
ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രി ആകുന്നു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. അടുത്തത്, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ആൻസർ വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അടുത്തത്, ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? ആൻസർ വിദ്യാഭ്യാസ മുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം യോജിക്കുന്ന പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ, മയക്കുമരുന്നുകളുടെ ഉപകരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, യോദ്ധാവ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും തടയാൻ കേരള സംസ്ഥാന പോലീസ് കൊടുത്ത പദ്ധതിയാണ് യോദ്ധാവ്. തടയുക, യോദ്ധാവ്. അടുത്തത്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര് എന്താണ്? സിറോഫ്താൽമിയ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിനകത്തുള്ള ദ്രാവകങ്ങളുടെ മർദ്ദത്തിലുള്ള വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ആ പ്രഷറാണ് എന്ത് ഗ്ലോക്കോമ അസുഖത്തിലേക്ക് കാരണമാകുക. വർണ്ണാന്ധത എന്താണ്? ചുവപ്പും പച്ചയും ഇല്ല, അങ്ങനെ നീലയും പച്ചയും, അങ്ങനെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. രണ്ട് നിറങ്ങളെ വ്യത്യാസപ്പെട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ. അവസ്ഥയാണെന്ത്? വർണ്ണാന്ധത എന്ന് പറയുന്നത്. അടുത്തത്, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ്. എയ്ഡ്സ് നോക്കുക, റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യന്റെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിന്നും ശരിയായ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യരെഴുത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകൾ ഉണ്ട്. നെക്സ്റ്റ് വൺ, അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയെ ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനോയിഡ്സ് എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഹോമോസാപ്പിയൻസ് മനുഷ്യർ, ഹോമനോയിഡ്സ് വർഗത്തിന് പറയുന്നതാണ് ഹോമോനലേഡി. ഓക്കെ, എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി,
റൈസിംഗ് സ്റ്റാർ കേവ്. റൈസിംഗ് സ്റ്റാർ കേവ്. ഹോമോ ലേഡി കിട്ടിയത് റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസ്. സുനിത വില്യംസ്. വുമൺ വിത്ത് വൈൽഡ് ഹെയർ സുനിത വില്യംസ്. അതൊക്കെ വീണ്ടും ചോദിക്കാം. വുമൺ വിത്ത് വൈൽഡ് ഹെയർ സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവർത്തി F1 മൈക്രോവേവിന്റെ ആവർത്തി F2 എക്സ് കിരണങ്ങളുടെ ആവർത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2. ഏറ്റവും ചെറുത് അവിടെ വരുന്നത് F2 ആണ്. ഓപ്ഷൻ എ ആൻസർ. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. G = 10 m/s². പരമാവധി ഉയരം കണക്കാക്കുക. ആൻസർ ഓപ്ഷൻ ബി 5 മീറ്റർ. താഴെപ്പറയുന്ന പ്രസ്താവനകൾ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 പ്രസ്താവനകൾ ശരിയാണ്. ഭൗമോപരിതലത്തിൽ മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. അടുത്തത് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ SDX-01 ആൻഡ് SDX-02. സ്പേസ് ഡോക്കിംഗ്. സ്പേസ് ഡോക്കിംഗ്. SDX-01 ആൻഡ് SDX-02നെയാണ് യോജിപ്പിച്ചത്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ഫെർമിയം ആണ് ട്രാൻസ് യുറേനിയം മൂലകം. ഫെർമിയം. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും അമോണിയ എന്ന സമുദ്രത്തെ കുറിച്ച് ശരിയായവ എഴുതുക. ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. ചിലപ്പോഴൊക്കെ ഹൈഡ്രജനെ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അമോണിയാണിത്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഗേ-ലുസാക്സ് നിയമം. ഗേ-ലുസാക്സ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഗേ-ലുസാക്സ് നിയമം. അടുത്തത് ചന്ദ്രന്റെ വിഷുണുധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ എ എസ് സൾഫർ. എസ്. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ആൻസർ ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ്? നേടാത്തതില് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ്? സുഖ്ജിത് സിംഗ്. ഖേൽരത്ന അവാർഡ് എന്ന് പറയുമ്പോൾ ഗുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ് എന്നിവർക്ക് ഖേൽരത്ന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വെച്ചത്. ഗുകേഷ് ഡിയുടെ അവാർഡിനെ കുറിച്ചും മനു ഭാക്കറിന്റെ അവാർഡിനെ കുറിച്ചും ഹർമൻപ്രീത് സിംഗിന്റെ അവാർഡിനെ കുറിച്ചും ഒന്ന് ധാരണയിലെത്തി വെച്ചേക്കുക. അവാർഡ് കിട്ടാത്ത ഇവിടെ ആർക്കാണ്? സുഖ്ജിത് സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പ്രായം ചെന്നവർക്ക് വേണ്ടി
മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കീചകവധം, ഉത്തരാസ്വയംവരം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക്. ഗായത്രി സ്പിവാക്. ഇംഗ്ലീഷ് ആണ്. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദി സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഇറ്റ് ആക്ച്വലി ഡസ് take place and the water on this area is forbidden. അതിന്റെ ഗ്രാമാറ്റിക്കൽ എറർ ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ആൻഡ് ദ വാട്ടർ ഓൺ ദി ഏരിയ എന്നുള്ളതാണ് ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്സ് ആയി വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദി വേർഡ്. ഇൻഫറ്റിഗബിൾ ആൻഡ് ആന്റോണിം ആയിട്ടുള്ള വേർഡ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, indolent. Rearrange the parts of the sentence in correct order. Due to എന്നിട്ട് ബാക്കി എന്തുവരും എന്നാണ്. PQRS ആണോ എന്നുള്ള ചോദ്യം. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുക? PQRS കൂടി റീഅറേഞ്ച് ചെയ്യണം. ഒന്ന് എല്ലാം കൂടി ഓർഡർ ആക്കി വെച്ചിട്ട് ഡ്യൂ ടു ബാക്കി എന്ത് നോക്കുക. ആൻസർ നമുക്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി വരുന്നു. RPSQ, അതായത് ആദ്യം the lack of an adequate warning system. The tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu. Due to the lack of the karanam. Answer option D ആണ്. Select the correct indirect form of the given sentence. John said to Tina, where were you going? Answer option B, John asked Tina where she had been going. Where she had been going. Correct spelling. Answer option C, acquaintance. ACQUAINTANSC. ACQUAINTANCE. If she had taken the medicine, she dash better. She would have felt better. Every school and college dash a library. The students along with their friends dash the library. Answer, every school and college has visit library. The students along with their friends visit the library. Has a library, visit library. His wife can't dash his terrible behavior anymore. Put up with ആണ്. His wife can't put up with his terrible behavior anymore. Find out the compound word. Compound word കണ്ടുപിടിക്കുക. ഇതെല്ലാം compound word ആണ്. Walvinter, blacksmith, blackboard എല്ലാം compound words ആണ്. Have the web hand means എന്താണത്? ആൻസർ ഓപ്ഷൻ ബി, to be in a position to control. Have the whip hand. To be in a position to control. അടുത്തത് ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ എന്ന് പറയുന്ന ഒറ്റപ്പദം എന്താണ്? സൗമിത്രി. പര്യായപദം എഴുതുക. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിന്റെ പര്യായം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി, ചൂതം. തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പ്രത്യേകം ഏതാണ്? ആൻസർ ടി. ഓപ്ഷൻ എ, ടി എന്നുള്ളതാണ് സ്ത്രീലിംഗ പ്രത്യേകം. വിപരീത പദം എഴുതുക. ഗൗരവത്തിന്റെ വിപരീത പദം ഏതാണ്? ലാഘവം. ഓപ്ഷൻ ഡി, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ, ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു.
കേട്ടു എന്ന പദം തിരിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? കേൾ പ്ലസ് ടു. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ആൻസർ ഓപ്ഷൻ ഡി, പൂജക ബഹുവചനം. ദുഷ്യന്തിന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആഖ്യാതം ഓടി. ആഖ്യാതം ഓടി. അടുത്തത്, അതീവ സുരക്ഷാ ജയിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരെല്ലാം? തടവുകാർ 1, 2, 3 ശരിയാണ്. ഭീകരവാദികൾ, അപകടകാരികളല്ലാത്ത തടവുകാർ, തീവ്രവാദികൾ, അപകടകാരികൾ ആയ തടവുകാർ, അല്ലെ? ഞാൻ തന്നെ. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ ഒക്കെ എന്ത് ചെയ്യണം? അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കേണ്ടത്. അടുത്തത്, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവരിൽ ശരി അല്ലാത്തത് ഏതൊക്കെയാണ്? ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ശരിയ പ്രസ്താവനകൾ നിങ്ങൾക്ക് വായിക്കാം. വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ കൊടുക്കാവുന്നതാണ്. അടുത്ത, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസർ. കൗൺസിലർ, വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? ആൻസർ പോലീസ് DGP. ഇതിൽ അംഗമല്ല, ഈ 4 പേരിൽ അംഗമല്ലാത്ത ആരാണ്? പോലീസ് DGP. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നുള്ളതാണ്. ശരിയായത് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 1ഉം 3ഉം ശരിയായതാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കൂടെ കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ് വരാത്തത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? പെടാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയ വ്യക്തിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്. ബാക്കി ആൻസേഴ്സ് ഒന്ന് വായിക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയ വ്യക്തി, കുറഞ്ഞത് 7 വർഷം ഒരു സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വരേണ്ടത്. ആരോപിക്കുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ആൻസർ IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ
അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നവയിൽ ആരാണ്? നിയമമന്ത്രി. നിയമമന്ത്രി. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായവ ഇല്ല. ഓക്കെ, ഒന്ന് നോക്കി വെച്ചോളൂ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. നെക്സ്റ്റ് വൺ, വിവരം ലഭിക്കുവാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19-ാം അനുച്ഛേദം. വിവരാവകാശ നിയമപ്രകാരം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ഒന്നുകൂടി ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും കൊടുക്കാതിരിക്കുമ്പോൾ 250 രൂപ ചുമത്താറുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പിഴസംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു? ആൻസർ 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒഴിവാക്കാൻ ഓപ്ഷൻ സി ആണ്. ഭാരതത്തിന്റെ പരമാധികാരത്തെ, അഖണ്ഡതയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കേണ്ടവ ഒഴിവാക്കാം. വിദേശ സർക്കാരിന് ലഭിച്ച രഹസ്യ വിവരം പറയാൻ പറ്റില്ല. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമം തടസ്സപ്പെടുന്ന വിവരങ്ങളും പറയാൻ പറ്റില്ല. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ആൻസർ ഓപ്ഷൻ സി, ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ. മനോവിശ്ലേഷണ സിദ്ധാന്തം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ വ്യക്തിത്വത്തിൽ ഘടനാപരമായ മാതൃക ഉണ്ടാക്കാൻ ഈ 3 ഘടകങ്ങളും, ഈദും, ഈഗോയും, സൂപ്പർ ഈഗോയും, ഇത് 3 ചേർത്തിട്ടാണ് അദ്ദേഹം ആ സിദ്ധാന്തം ഉണ്ടാക്കി. 3 ഘടകങ്ങളുടെ വേലിയേറ്റങ്ങളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തം. അടുത്തത്, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി ഉപയോഗിക്കുന്നത്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയോഗമാകുന്ന ആരോഗ്യകരമായ മനോസ്വാതന്ത്ര്യ രീതി, മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന രീതി ഏതാണ്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എന്ത് ചെയ്യാം? ശ്വസന വിശ്രാന്തി പ്രയോഗിക്കാവുന്നതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വ്യക്തിത്വത്തിൽ വരുന്നതായിരുന്നു ഈദും, ഈഗോയും, സൂപ്പർ ഈഗോ എന്നിവ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം മാനസിക അപകടം നടത്തിയ വ്യക്തിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അപബോധ മനസ്സിനെ കുറിച്ച്, നമ്മുടെ അപബോധ മനസ്സിൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ്, അപബോധ മനസ്സിൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ് ഈ ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുക. അടുത്തത്, അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ തിരിച്ചറിയുന്നതിന് സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം.
അബ്രഹാം മാസ്ലോവിന്റെ ഒരു ശ്രേണി, ട്രയാങ്കിൾ പോലൊരു ശ്രേണി ഉണ്ട്. അതിനകത്ത് വരുന്ന ഘടകത്തിൽ വരുന്ന സ്വയം തിരിച്ചറിയുന്ന ഘട്ടമാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുക. നെക്സ്റ്റ്, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. 2ഉം 3ഉമാണ് ശരി. ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതുമായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്നത്, ഉത്കണ്ഠയെ എങ്ങനെ നമുക്ക് സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി നമുക്ക് മനസ്സിലാകുന്ന പോലെ എങ്ങനെയാണ്? ഒരു പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയം. അങ്ങനെ പുലി വരുന്നു എന്നുള്ള ഭയം നമുക്കുണ്ട്, ഉത്കണ്ഠയാവും. നമുക്ക് പുലി വരുമ്പോഴല്ലോ എന്നുള്ള ഭയം നമുക്ക് ഉത്കണ്ഠയായി മാറുന്നു. അതാണ് പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അത് ഉത്കണ്ഠയായിട്ട് മാറാം. അതുപോലെ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തോട് നമുക്കുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അത് നോർമലി ചിന്തിക്കാവുന്നതാണ്. രണ്ടാമത്തൊന്നുകൂടി ചിന്തിച്ചു വേണം എഴുതാൻ. അടുത്തത്, ഹൊവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി വ്യക്തിഗത സ്വഭാവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ് ഹൊവാർഡ് ഗാർഡനർ പറയുന്ന കാര്യം. ഇവിടെ മറ്റു പല സയന്റിസ്റ്റ്, അതായത് സൈക്കോളജിക്കൽ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ശ്രമപരാജയ സിദ്ധാന്തമുണ്ട്. അതാരുടെയാണ്? ശ്രമപരാജയം എന്ന് പറയുമ്പോൾ അതാരുടെ എഴുതാൻ പറ്റത്തില്ല കേട്ടോ. തോണ്ടേക്കിന്റെ ആണ് ശ്രമപരാജയം എന്ന് പറയുക. വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത് എപ്പോഴും എന്താണ്? വികസനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് വൈഗോട്സ്കി പറയുക. വികസനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് വൈഗോട്സ്കി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണ്? ബ്രൂണറിന്റെ ആണെന്ന് പറയുക എപ്പോഴും ആശയ സംവാദന മാതൃക. ബ്രൂണറിന്റെ ആണ്. അതുപോലെ പിയാഷയുടെ മറ്റ് ഒരു 3-4 ഘട്ടങ്ങളാണ് ഇന്ദ്രിയ ചാലഘട്ടം, പ്രാഗ്മനോവ്യാപാരഘട്ടം, മൂർത്തമനോവ്യാപാരഘട്ടം, ഔപചാരിക വ്യാപാരഘട്ടം. ഇതൊക്കെ ഡീൻ പിയാഷെ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ പഠനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്കീമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പിയാഷയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് സ്കീമ എന്ന് പറയുക. പിയാഷയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് സ്കീമ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഗസ്റ്റാൾട്ട് പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് ഗസ്റ്റാൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഉൾക്കാഴ്ചകളെ കുറിച്ച് പറയുന്ന വ്യക്തി ആരാണ്? ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ആ ഒരു സയന്റിസ്റ്റ് ആണ്. ഗസ്റ്റാൾട്ടാണ്. അതുപോലെ നമുക്കറിയാം അല്ലെ, സമഗ്രതാവാദം ഉണ്ടാക്കുന്നതും ഗസ്റ്റാൾട്ടാണ്. സമഗ്രതാവാദം, സമത്വം, സാമീപ്യം, സമ്പൂർണമാവണം, തുടർച്ചയാവണം, ഇതൊക്കെ കൊണ്ടുവന്നത് സമഗ്രതാവാദത്തിലാണ്. അദ്ദേഹം അത് ഗസ്റ്റാൾട്ടാണ് അത് പ്രതിപാദിക്കുന്നത്. സമഗ്രതാവാദത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഗസ്റ്റാൾട്ടാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള അന്തർദൃഷ്ടിയെ കുറിച്ച് പറയുന്നത് കോഹ്ലർ ആണ്. അന്തർദൃഷ്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.